റീയൂണിയൻ, ഫലസ്തീനിലും ഇസ്രായേലിലും റീയൂണിയന്റെ ദിനമാണ്. ട്രംപ് ഏതാണ്ട് 3-4 മണിക്കൂർ അവിടെ ചെലവഴിച്ചു. നേരെ കെൻസെറ്റ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ പാർലമെന്റാണ്. അവിടെ പോയി എല്ലാവരും എണീറ്റ് നിന്ന് കയ്യടിയോടുകൂടി ട്രംപിനെ സ്വീകരിച്ചു. ട്രംപ് യുദ്ധം അവസാനിപ്പിച്ച വീര പോരാളിയെ പോലെ അവിടെ സംസാരിച്ചു. എന്നിട്ട് നേരെ ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖിലേക്ക് പോയി. അവിടെയായിരുന്നു അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടി സംഘടിപ്പിച്ചത്. ട്രംപിനൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് രണ്ടുപേരുമായിരുന്നു ഹോസ്റ്റ് ചെയ്തിരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളടക്കം അറബ് രാജ്യങ്ങളടക്കമുള്ള ഭരണാധികാരികൾ, പ്രതിനിധികൾ എത്തിയിരുന്നു. അവർക്കാർക്കും അവിടെ യാതൊരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല. സംഭാഷണം മുഴുവൻ ട്രംപിന്റെ ആയിരുന്നു. ട്രംപ് തന്റെ രാജ്യത്വം പ്രകടമാക്കിക്കൊണ്ട് വലിയ സമാധാന കരാർ പ്രഖ്യാപിച്ചു. ലോകത്തിൽ സമാധാനം വന്നിരിക്കുന്നു, ഇനി അസമാധാനമില്ല, ഗാസയിലെ പ്രശ്നം തീർന്നിരിക്കുന്നു, പശ്ചിമേഷ്യൻ പ്രശ്നം തീർന്നിരിക്കുന്നു എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. എന്നാൽ അത് അത്രമാത്രം ശരിയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. ഈ സമാധാന കരാറിലെ ആദ്യത്തെ ഭാഗം മാത്രമാണ് പൂർത്തിയായത്. 20 ഇസ്രായേലി തടവുകാരെ ഹമാസ് വിട്ടയച്ചു. വാക്കുകൊടുത്തിരുന്നത് പോലെ തന്നെ ഇസ്രായേൽ ഏതാണ്ട് 2000-ഓളം തടവുകാരെ വിട്ടുകൊടുത്തു. അത് മാത്രമേ സാധിച്ചുള്ളൂ. എന്നാൽ ഇനി വരുന്നതെല്ലാം വലിയ അനിശ്ചിതത്വത്തിലേക്ക് പോകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 28 മൃതദേഹങ്ങൾ വിട്ടുതരാനുള്ളതിൽ 4 പേരുടെ മൃതദേഹം മാത്രമേ വിട്ടുകിട്ടിയിട്ടുള്ളൂ. വിട്ടുകിട്ടാതിരുന്ന ആളുകളുടെ ബന്ധുക്കൾ ബഹളം ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേലിൽ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇസ്രായേലിന് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അത് വാസ്തവത്തിൽ ഹമാസിന് ഇട്ടിൽ തപ്പുകയാണ്. ഈ 24 മൃതദേഹങ്ങൾ എവിടെയുണ്ടെന്ന് ഹമാസിന് പോലും അറിയില്ല. ആ മൃതദേഹങ്ങൾ തിരിച്ചു നൽകിയില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചടി നൽകും എന്നാണ് ഇപ്പോൾ നെതന്യാഹു പറയുന്നത്. ആ മൃതദേഹങ്ങളെ ചൊല്ലി തന്നെ ഇപ്പോൾ തർക്കം മൂത്തേക്കും. ട്രംപ് ഇടപെടുന്നുണ്ട്, പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിലെ ജനതയുടെ അസ്വസ്ഥത പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ നെതന്യാഹു പറയുന്നത് മൃതദേഹങ്ങൾ ഞങ്ങൾക്ക് വേണം, മൃതദേഹങ്ങൾ നൽകിയില്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കുമെന്നാണ്. അതൊരു വലിയ പ്രതിസന്ധിയെ രൂപപ്പെട്ടു വരുന്നത്.